നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ്. അവരുടെ മക്കളുടെ പേരുകൾ ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി എന്നിങ്ങനെയാണ്. ഈ മക്കളുടെ മക്കളും ഗാന്ധി എന്ന പേര് ഒരു കുടുംബ പേരായി ഉപയോഗിക്കുന്നുണ്ടാകും. ഈ വിധം ഗാന്ധി എന്ന പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമെല്ലാം ഇത് ഉപയോഗിക്കാം. എന്നാൽ ഈ വീഡിയോ ചെയ്യുന്ന എന്റെ പേരിനൊപ്പം ഗാന്ധി എന്ന പേര് ചേർക്കുന്നത് ശരിയാണോ? അപ്പോൾ ഞാനൊരു വ്യാജ ഗാന്ധിയാവില്ലേ? എന്റെ മക്കൾക്കും ആ വിധം പേര് നൽകുമ്പോൾ അവരും സ്വാഭാവികമായി വ്യാജ ഗാന്ധിമാരായി മാറും. അങ്ങനെ സംഭവിച്ചാൽ മറ്റുള്ളവരും വ്യാജന്മാരാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് സ്വാഭാവികമാകും. നമ്മളല്ലാത്ത മറ്റെന്തിലും ഒരു അവിശ്വാസം രേഖപ്പെടുത്തും. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഒരു വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഞങ്ങൾ ചാനൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദേശീയവാദി എന്ന നിലയിൽ എന്റെ രാജ്യത്തിന്റെ താല്പര്യത്തിനാണ് ഏതു ഘട്ടത്തിലും ഞാൻ മുൻഗണന നൽകുന്നത്. ഭാരതത്തിനെ എതിർക്കുന്നവരെ ഞാനും എതിർക്കും. അതിനെ അപകീർത്തിപ്പെടുത്തുന്നവരെ ഞാൻ പ്രതിരോധിക്കും. അതാരായാലും ഒരു പൗരൻ എന്ന നിലയിൽ തുടരുക തന്നെ ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ പതിറ്റാണ്ടിലേറെയായി ഒരു സർക്കാർ ഭരിക്കുന്നത് കൃത്രിമത്തിലൂടെയാണെന്ന് ഒരാൾ പറയുന്നത് ആദ്യം സാഗൂതം കേട്ടതാണ്. ആരോപിക്കുന്നത് ശരിയായ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണോ എന്ന് പരിശോധിച്ചു. ഇക്കാര്യം തെളിയിക്കാൻ ഭാരതത്തിന്റെ പരമോന്നത കോടതിയിൽ അവസരമുണ്ടായിട്ടും ആരോപണം ഉന്നയിച്ച വ്യക്തി അതിന് മുതിർന്നില്ല. അതോടെ ആരോപണം തെറ്റാണെന്നും നമ്മുടെ രാജ്യത്തെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും ബോധ്യമായി. പറഞ്ഞു വരുന്നത് ആരെ പറ്റിയെന്ന് വ്യക്തമായതിനാൽ ഇനി വളച്ചൊടിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടിസ്ഥാനരഹിതമായ ഈ ആരോപണം നിർത്തണം. അല്ലെങ്കിൽ ഇതു സംബന്ധിച്ച തെളിവുകൾ സുപ്രീം കോടതിക്ക് മുൻപിൽ ഹാജരാക്കണം. ഈ രണ്ടു കാര്യങ്ങളും രാഹുൽ ചെയ്യില്ലെന്ന് ഉറപ്പ് ഇതിനകം കിട്ടിയതിനാൽ എങ്ങനെയാണ് കൃത്രിമത്വം ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ ഒരു ജനതയെ വിശ്വസിപ്പിക്കുകയും അതിലൂടെ ഒരു രാജ്യത്തെ സംവിധാനങ്ങളെ സ്വന്തമാക്കി അനുഭവിക്കുകയും ചെയ്യുന്നത് എന്ന് ഇവിടെ പരിശോധിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവ് MK ഗാന്ധിയും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും തമ്മിൽ യാതൊരു കുടുംബ ബന്ധവുമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെയും ഭാര്യ കമല കൗളിന്റെയും ഏക മകളാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഫിറോസ് ഖണ്ഡി വിവാഹം കഴിച്ചു. എന്നാൽ ഇദ്ദേഹം തന്റെ കുടുംബ പേരായ ഖണ്ഡി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് രൂപത്തിൽ അക്ഷരങ്ങൾ ഗാന്ധി എന്ന രീതിയിൽ വായന സാധ്യമാക്കുന്ന തരത്തിൽ മാറ്റി. ഇങ്ങനെയാണ് ഫിറോസ് ഖണ്ഡി ഫിറോസ് ഗാന്ധി ആകുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാന ഡ്യൂപ്ലിക്കേറ്റ് സർനെയിമിംഗ് ആണ് പിന്നീട് നടന്നത്. ഫിറോസ് ഖണ്ഡി എന്ന ഫിറോസ് ഗാന്ധിയെ വിവാഹം ചെയ്യുക വഴി ഇന്ദിരാ പ്രിയദർശിനി അല്ലെങ്കിൽ ഇന്ദിരാ നെഹ്റു ഇന്ദിരാ ഗാന്ധിയായി രൂപാന്തരപ്പെട്ടു. വഴിയെ ഇന്ദിരാ പ്രിയദർശിനി ദമ്പതികൾക്ക് ജനിച്ച സഞ്ജയ്, രാജീവ് എന്നിവരുടെ പേരുകൾ സഞ്ജയ് ഗാന്ധി എന്നും രാജീവ് ഗാന്ധി എന്നുമായി. സഞ്ജയ് ഗാന്ധി മേനകയെ വിവാഹം കഴിക്കുമ്പോൾ മേനക ഗാന്ധിയായി മാറി. അവരുടെ മകൻ വരുൺ ഗാന്ധിയായി. രാജീവ് ഇറ്റലിയിലെ ലൂസിയാന സ്വദേശിനി എഡ്വിഗെ ആന്റോണിയോ അൽബിന മൈനോ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചപ്പോൾ രാജീവിന്റെ ദത്തെടുത്ത കുടുംബ പേരായ ഗാന്ധി എന്ന വാക്ക് അവർക്കും ചാർത്തി കിട്ടി. അങ്ങനെയാണ് സോണിയ എന്ന് പിന്നീട് പേര് സ്വീകരിച്ച അവർ സോണിയ ഗാന്ധിയായി മാറുന്നത്. രാജീവ് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ജനിച്ച രാഹുൽ, പ്രിയങ്ക എന്നിവരും ഇതേ വിധം ഗാന്ധിമാരായി മാറി. ഇതിൽ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശ് സ്വദേശി റോബർട്ട് വാദ്രയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 2 മക്കളുണ്ട്. അവരുടെ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. ഈയിടെ അവരുടെ സർനെയിമിങ്ങും ഗാന്ധിയായി പരിണമിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ പേരുകൾ പരിഗണിക്കാതെ പോകാനിടയില്ല എന്ന നഗ്നസത്യം മനസ്സിലാക്കിയാണ് അവരുടെ പേരുകൾ ഇവിടെ ഇപ്പോൾ മനഃപൂർവ്വം പറയാതെ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധി എന്ന വാക്കിന്റെ വില സാക്ഷാൽ ഗാന്ധിയുടെ അനന്തരാവകാശികളെക്കാൾ രാജ്യത്തും അന്തർദേശീയ തലത്തിലും ഉപയോഗിച്ചവർ ആരെന്ന് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെഹ്റുവിന് ശേഷം ഇന്ദിരയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം കൈവരുന്നതും അവർക്ക് ശേഷം രാജീവ് പ്രധാനമന്ത്രിയായി അവരോധിക്കുന്നതും ഏറെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് സോണിയ എത്തപ്പെടുന്നതും അതേ സ്ഥാനത്ത് രാഹുൽ എത്തിയതും ഇന്ത്യൻ പ്രധാനമന്ത്രി പദമെന്നത് തന്റെ ജന്മ
പരമാവകാശമാണെന്ന് കണ്ട് പ്രത്യേക രീതിയിൽ പെരുമാറുന്നതുമെല്ലാം തങ്ങൾ ഗാന്ധി കുടുംബം ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇന്റർനെറ്റ് യുഗം ആരംഭിക്കുന്നതോടെയാണ് ഇത്തരം അപരവൽക്കരണങ്ങളെ ജനം തിരിച്ചറിയാൻ തുടങ്ങിയത്. അതാണിപ്പോൾ സംഭവിക്കുന്നതും. കൃത്രിമമായി സംഘടിപ്പിച്ചതാണ് നിലവിലെ NDA സർക്കാരിന്റെ ഭൂരിപക്ഷം എങ്കിൽ എത്ര എളുപ്പത്തിൽ ഇതുപോലെ തെളിയിക്കാനാകും? കാരണം വിവരങ്ങൾ വിരൽത്തുമ്പിലാണ്. കയ്യിലുള്ള തെളിവുകളുമായി രാഹുൽ സുപ്രീം കോടതിയെ സമീപിച്ച് ഈ രാജ്യത്തെ രക്ഷിക്കാനാണ് മെനക്കെടേണ്ടത്. അല്ലാതെ അവിടെ കൃത്രിമം ഇവിടെ കൃത്രിമം എന്നൊക്കെ പറഞ്ഞ് അപഹാസ്യനാവാതിരിക്കുക. ഇത്തരം വാർത്തകൾ നൽകി രാഹുലിന് ഹൈപ്പ് ഉണ്ടാക്കുന്നവർ ഇത് തിരിച്ചറിയണം. അടിസ്ഥാനമില്ലാതെ ആരോപണങ്ങൾ തുടരുമ്പോൾ രാഹുലിന് നഷ്ടമാകുന്നത് വിശ്വാസ്യതയാണ്. കർണാടക, ബീഹാർ എന്നിവിടങ്ങളിലൊക്കെ ആരോപിച്ച് തേഞ്ഞുപോയ ആയുധമാണ് വോട്ട് ചോരി. ഇത്രയും സുപ്രധാന ആരോപണം ഉന്നയിച്ചിട്ട് തെളിവുകളില്ലെന്ന പോലെ രാഹുൽ ഇരിക്കുന്നത് വിശ്വാസ്യത നഷ്ടപ്പെടാനാണ് ഇടയാക്കുന്നത്. ശേഷിക്കുന്ന വിശ്വാസ്യതയെങ്കിലും നിലനിർത്താൻ രാഹുലിന് കഴിയട്ടെ. അതല്ലെങ്കിൽ 1972 ഭാരതത്തിൽ എന്തു സംഭവിച്ചുവെന്ന് കാര്യകാരണ സഹിതം മനസ്സിരുത്തി പഠിക്കട്ടെ. അന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനയെ അട്ടിമറിച്ചത് ഇക്കാര്യം പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാനാകും. ഇക്കാര്യത്തിലെങ്കിലും KCയുടെ ഉപദേശം സ്വീകരിക്കാതിരിക്കുക. ലോക്സഭയിൽ രാഹുൽ ആഞ്ഞടിച്ചു, തീ പിടിപ്പിച്ചു എന്നൊക്കെ വലിയ വായിൽ ഓയിലിടുന്നവർ ഓർക്കണം. രാഹുൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിന് മറ്റൊരു വാർത്താ സമ്മേളനത്തിലൂടെയൊന്നുമല്ല മറുപടി നൽകേണ്ടതും. അമിത്ഷായെ വെല്ലുവിളിക്കുന്നതൊക്കെ സ്വന്തം പാളയത്തിൽ നിന്നും കയ്യടി കിട്ടാൻ മാത്രമേ ഉപകരിക്കൂ. അതുമാത്രം പോരാ ഒരു വിശ്വാസ്യതയുള്ള നേതാവാകാൻ വേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച പരാതിയുണ്ടെങ്കിൽ രാഹുൽ സുപ്രീം കോടതിയെ സമീപിക്കട്ടെ. കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ അവിടെ അക്കാര്യം വിശദീകരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.